ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഓണത്തിന് പൂക്കളം തീർക്കുന്നതിന് സ്വയം പര്യാപ്തമാവുക എന്ന ലക്ഷ്യത്തിൽ വനിതകൾക്ക് പൂക്കൃഷിക്കായി ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്ത് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ജനകീയ ആസൂത്രണ പദ്ധതി 2024-25 ഭാഗമായാണ് വനിതകൾക്ക് പൂക്കൃഷിക്കായി ചെണ്ടുമല്ലി തൈകളുടെ വിതരണം നടന്നത്. ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ടീച്ചർ നിർവഹിച്ചു. പ്രാദേശികമായിട്ട് നമുക്കുള്ളത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, നമ്മുടെ എല്ലാ അന്യ സംസ്ഥാനക്കാരെ ആശ്രയിച്ചാണ് നമ്മൾ ഓണ വിപണിയെ തന്നെ പ്രത്യേകിച്ചും ഉള്ളത്. ആ പൂവിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തമാവുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വെച്ച് നടപ്പിലാക്കുന്നതും. കുടുംബശ്രീ ഗ്രൂപ്പ് മുഖാന്തരം ആണ് ഇത് മുഖ്യമായിട്ടും നമ്മൾ വിതരണം ചെയ്യുന്നത്. നേരത്തെ തന്നെ അപേക്ഷ ക്ഷണിച്ച് കുടുംബശ്രീ 15,000-ഓളം തൈന് അപേക്ഷകരുണ്ടായിരുന്നു. അത് പ്രകാരമുള്ള തൈയാണെന്ന് വിതരണം ചെയ്യുന്നത്. ഇത് നല്ല രീതിയിൽ ഉപകാരപ്രദമാവട്ടെ. നമ്മൾ എന്ത് ലക്ഷ്യമിട്ടോ അത് നടപ്പിലാകട്ടെ. ഓണത്തിന് നമ്മുടെ നാട്ടിലുള്ള പൂ തന്നെ നമുക്ക് പൂക്കളിടാനും മറ്റു ആവശ്യങ്ങൾക്കും ഉപകാരപ്രദമാകട്ടെ. യോഗത്തിൽ കൃഷി ഓഫീസർ വിവേക് പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ വാർഡ് മെമ്പർമാർ, തൊഴിലുറപ്പ് ജീവനക്കാർ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിലെ 17 വാർഡുകളിലും കുടുംബശ്രീയുടെ സാന്നിധ്യത്തോടു കൂടി, അവരുടെ സഹകരണത്തോടു കൂടി ഈ ഒരു പ്രൊജക്റ്റ് വെച്ച് നടപ്പിലാക്കുകയും അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ ബിനോയ് സാർ അടങ്ങുന്ന കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരും കൂടാതെ നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികളടക്കം കുടുംബശ്രീ യൂണിറ്റിലേക്ക് ഇന്ന് നമ്മൾ ഈ വിതരണം ചെയ്യുന്ന ഈ ചെണ്ടുമല്ലി ചെടി വനിതാ സംരംഭകർക്കുള്ള ഒരു തൊഴിൽ കൂടി കണ്ടുകൊണ്ടാണ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത്. CCV ന്യൂസ്, തിരുവില്ലാമല.